Hello everyone. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. സോ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇസ് ആക്ച്വലി ലൊക്കേറ്റഡ് ഓൺ ദി തൈറോയ്ഡ് ഗ്ലാൻഡ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത തൈറോയ്ഡ് ഗ്ലാൻഡ് ഇസ് ആക്ച്വലി എ ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണെന്ന് ഡിസ്കസ് ചെയ്തു. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് മെനി മെറ്റബോളിസം അങ്ങനത്തെ ഫങ്ഷൻസ് എല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഗ്ലാൻഡാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് ഇസ് ആക്ച്വലി ലൊക്കേറ്റഡ് on the surface of the thyroid gland, where നമുക്കത് ഈ ഫിഗർ തന്നെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ യെല്ലോ കളറിൽ കാണുന്ന ഒരു ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാൻഡാണ് ശരിക്കും പറഞ്ഞാൽ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്സ് ആർ 2 pairs of small oval shaped gland. കണ്ടോ, വെരി സ്മോൾ ആയിട്ടുള്ള ഓവൽ ഷേപ്ഡ് ആയിട്ടുള്ള ഗ്ലാൻഡാണ് ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഇറ്റ് ഈസ് ആക്ച്വലി ലൊക്കേറ്റഡ് നെക്സ്റ്റ് ടു ദ 2 thyroid gland. അതായത് നമ്മുടെ നെക്കിനകത്തുള്ള, നമുക്കറിയാം നമ്മുടെ നെക്ക് റീജിയനകത്തുള്ള ഈ തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ലൊക്കേറ്റ് ചെയ്ത 2 പെയർ ഓഫ് ഗ്ലാൻഡാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പീ സൈസ്, ഒരു പീൻ്റെ സൈസ് എത്രയുണ്ടോ ആ പീ സൈസിലായിരിക്കും ശരിക്കും പറഞ്ഞാൽ ഈ പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. സോ ദിസ് ഈസ് ദ ലൊക്കേഷൻ ഓഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്? Parathyroid gland produces parathyroid hormone, which plays a key role in the regulation of calcium level in your blood. നമ്മുടെ ബ്ലഡിലെ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്ലാൻഡാണ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്. പ്രിസൈസ് കാൽഷ്യം ലെവൽ ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഹ്യൂമൻ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡീനകത്ത് ഒരു കറക്റ്റ് എമൗണ്ട് ഓഫ് ദി കാൽഷ്യം എമൗണ്ട്, കാൽഷ്യം കൂടാനും പറ്റില്ല, കാൽഷ്യം കുറയാനും പറ്റില്ല. ഹൈപ്പർ കാൽസീമിയ, ഹൈപ്പോ കാൽസീമിയ കണ്ടീഷൻസ് ഒന്നും നിലനിർത്താൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ബി എ നോർമൽ കണ്ടീഷൻ. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേബിൾ, അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം ഇൻ ദ കേസ് ഓഫ് ദി കാൽഷ്യം. So precise calcium levels are almost important, or every time it is important for the human body. Small changes can cause muscle and nerve problems. Chala small variation and calcium tinte chala small variation karanam it can lead to cause muscle and nerve problem. Parathyroid hormones stimulate the following functions. 1. Release of calcium by bones into the bloodstream. അപ്പോൾ ഈ പാരാതൈറോയിഡിൻ്റെ ഫങ്ഷൻസ് കാരണമാണ് കാൽഷ്യംസ് റിലീസ് ചെയ്യുന്നത്. ഫ്രം വെയർ? ഫ്രം ദ ബോൺ ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ദ ഫുഡ് ബൈ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ഫുഡിൽ നിന്നും, ആസ് യു ഓൾ നോ, ത്രൂ ദ ഫുഡ് വി ആർ ഗെറ്റിംഗ് ദ കാൽഷ്യം. സോ ഹൗ ദ കാൽഷ്യം ഇസ് അബ്സോർബ്ഡ് ഫ്രം ദ ഫുഡ് ടു ദ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഇൻറ്റസ്റ്റൈൻ ഫുഡിൽ നിന്നും അബ്സോർബ് ചെയ്യുന്നത് കാൽഷ്യത്തെ എങ്ങനെയാണ്? ഈ പാരാതൈറോയിഡിൻ്റെ ഹെൽപ്പ് വഴിയാണ്. അബ്സോർപ്ഷൻ ഓഫ് കാൽഷ്യം ഫ്രം ഫുഡ് ബൈ ദി ഇൻറ്റസ്റ്റൈൻ. കൺസർവേഷൻ ഓഫ് കാൽഷ്യം ബൈ ദി കിഡ്നി. Stimulating the cells in the kidney to transfer weaker forms of vitamin D into the form that is strongest at absorbing calcium from the intestine. So ഇതൊക്കെയാണ് the major points അല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള functions which is performed by the parathyroid gland. ഈ ഒരു പാരാതൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻസ് ആൻഡ് ദ ലൊക്കേഷൻ വി ഹാവ് ഡിസ്കസ്ഡ്. വാട്ട് ആർ ദ ഡിസീസസ് ഓഫ് പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്? ഹൈപ്പർ പാരാതൈറോയിഡിസം. ഈ പേരിൽ നിന്ന് മനസ്സിലാവും. ഹൈപ്പർ മീൻസ് ഇൻക്രീസിങ് എമൗണ്ട്, പാരാതൈറോയിഡിസം മീൻസ് പാരാതൈറോയിഡിൻ്റെ ഇൻക്രീസ് കാരണം. നമുക്കറിയാം എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ ആയിക്കോട്ടെ, എന്തിൻ്റെ ലെവൽ ഷുഡ് ബി മിനിമൽ, ഒരു കറക്റ്റ് റേഞ്ച് ആയിരിക്കും. അത് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ്. അതുപോലെ തന്നെ പാരാതൈറോയിഡ് ഇഫ് ഇറ്റ് ഇസ് ഇൻക്രീസിങ് or hyperparathyroidism is happening, there is a slight diseases that is being caused because of this. So hyperparathyroidism is the most common type of parathyroid disease. In HPT, one or more glands are overactive. As a result, the gland make too much of PTH, parathyroid hormone production very increased amount ആണ് in the case of hyperparathyroidism. This may result in too much calcium in the blood. So നമുക്കറിയാം കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഫ്രം ദ ബോൺ ടു ദ ബ്ലഡ് സ്ട്രീമിലോട്ടെങ്കിൽ. because of the hyperparathyroidism, there are many number of the parathyroid gland which has been produced as a result of this hyperparathyroidism. And what is happening there means കാൽഷ്യത്തിൻ്റെ റിലീസ് വിൽ ബി ഇൻക്രീസിങ്. സോ ദർ ഇസ് എ കണ്ടീഷൻ കോൾഡ് ഹൈപ്പർ കാൽസീമിയ. അപ്പോൾ കാൽഷ്യം കൂടുന്നു, എങ്ങനെ? ഹൈപ്പർ പാരാതൈറോയിഡിസം വരുന്ന സമയത്ത് ഹൈപ്പർ കാൽസീമിയ വിൽ ബി ലീഡിങ് ടു ദ കണ്ടീഷൻ. യൂഷ്വലി എ ബെനൈൻ ട്യൂമർ ഓൺ ദ ഗ്ലാൻഡ് കോസസ് HPT. Hypercalcemia can cause serious problems including osteoporosis, kidney stone, heart diseases and high blood pressures എല്ലാം ഈ ഒരു ഹൈപ്പർ പാരാതൈറോയിഡിസത്തിൻ്റെ എഫക്റ്റ് ആയിട്ട് കോസ് ചെയ്യാം. പാരാതൈറോയ്ഡ് ക്യാൻസർ.
Parathyroid cancer can cause high HPT. This is very rare disease, usually striking people in their 50s. If often returned, it occurs at the original site after treatment. Recurrence can be slowed by controlling the level of calcium in the blood. So early, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹൈപ്പർ പാരാതൈറോയിഡിസം എന്ന് പറയുന്ന ഡിസീസിലോട്ട് ലീഡ് ചെയ്യുന്നത് പാരാതൈറോയിഡ് ക്യാൻസർ ക്യാൻ ഓൾസോ കോസ് HPT. Early detection is key to survival. And hypercalcemia may be leading after the HPT releasing. Parathyroid cancer can cause HPT. Early detection is the key to survival. അപ്പോൾ നേരത്തെ ഡിറ്റക്ട് ചെയ്താൽ we can surely remove this disease. Hypercalcemia and its associated complication often pose a greater threat to your health than the cancer itself. So hypercalcemia condition ക്യാൻസറിനെക്കാളും ഏറ്റവും കൂടുതൽ ത്രെറ്റ് കോസ് ചെയ്യാം. ഹൈപ്പർകാൽസിയമia and its associated complication often pose a great threat to your health than the cancer. അപ്പോൾ ഹൈപ്പർകാൽസീമിയ അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള മറ്റു കോംപ്ലിക്കേഷൻ ഇസ് ഗ്രേറ്റർ ത്രെറ്റ് ദാൻ ഈവൻ ദി ക്യാൻസർ. ഹൈപ്പോപാരാതൈറോയിഡിസം മീൻസ് പാരാതൈറോയിഡിൻ്റെ എമൗണ്ട് ഇഫ് ഇറ്റ് ഇസ് റെഡ്യൂസിങ്. ഇനഫ് ആയിട്ടുള്ള PTH അല്ലെങ്കിൽ പാരാതൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷൻ നടക്കാതിരിക്കുമ്പോഴാണ് ഹൈപ്പോപാരാതൈറോയിഡിസം നടക്കുന്നത്. ദ ലെവൽ ഓഫ് ദ കാൽഷ്യം ഇൻ ദ ബ്ലഡ് ഇസ് ടു ലോ. അപ്പോൾ കാൽഷ്യം എന്നിപ്പോൾ നമുക്കറിയാം പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ കാൽഷ്യം. പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് കാൽഷ്യം കൂടുന്നു, ഹൈപ്പർ കാൽസ്യമia നടക്കുന്നു. പക്ഷേ ഇപ്പോൾ ഹൈപ്പോ പാരാതൈറോയിഡിസം അല്ലെ പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്ന സമയത്താണെങ്കിൽ ദ ലെവൽ ഓഫ് ദ കാൽഷ്യം ഇൻ ദ ബ്ലഡ് വിൽ ബി വെരി ലോ. ദ കണ്ടീഷൻ ഇസ് യൂഷ്വലി കോസ് ബൈ ദ നെക്ക് സർജറി ഓർ ഡാമേജ് ഓഫ് ദ പാരാതൈറോയിഡ്. ഈ പാരാതൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ഡാമേജ് കാണുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നെക്ക് സർജറി നടക്കുമ്പോഴാണ് ഈ ഒരു ഡിസീസ് കോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹൈപ്പോ പാരാതൈറോയിഡിസം. കാരണം ഇനഫ് ആയിട്ടുള്ള പാരാതൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡക്ഷൻ നടക്കുന്നില്ല. സോ നമുക്ക് എന്ത് ചെയ്യുന്നു, ഹൈപ്പോ കാൽസീമിയ കണ്ടീഷൻ ലീഡ് ചെയ്യാം. ഇറ്റ് ക്യാൻ ഓൾസോ ഹാപ്പൻ ഫ്രം ഓട്ടോ ഇമ്മ്യൂൺ അറ്റാക്ക് ഓൺ ദ ഗ്ലാൻഡ്സ്. ഗ്ലാൻഡ്സിലെ ഓട്ടോ ഇമ്മ്യൂൺ അറ്റാക്ക് ആണോ, സെൽ ടു സെൽ അറ്റാക്ക്, ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അറ്റാക്ക് ആണോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹൈപ്പോ പാരാതൈറോയിഡിസം ക്യാൻ ആക്ച്വലി ഒക്കർ ഔട്ട് ഓഫ് ദിസ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടോപ്പിക് is parathyroid gland. This is actually located just beside the thyroid gland, which has been discussed just before the session. And നേരത്തെ ഒരു വീഡിയോ സെഷൻ ഹാവ് ബീൻ ഓൾസോ I have already discussed on the thyroid gland. So parathyroid gland എന്ന് പറയുന്നത് ഒരു pea സൈസ്ഡ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ലൊക്കേഷൻ പഠിച്ചു. ഇനി വാട്ട് ആർ ദ ഫങ്ഷൻസ്, മെയിൻലി കാൽഷ്യം റിലീസിങ് ആണ്, കാൽഷ്യത്തിൻ്റെ അബ്സോർപ്ഷനും കാൽഷ്യത്തിൻ്റെ റിലീസിങ് ആണ് മേജർ ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ്. ദെൻ ഡിസീസസ് ആർ ഹൈപ്പർ പാരാതൈറോയിഡിസം, parathyroid cancer and hypoparathyroidism. So thank you.